നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാന സൂചനകൾ വരുന്നുണ്ട്. സംസ്ഥാനം കാത്തിരിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിലായിരിക്കും ഇതിൻ്റെ നിർണായക പ്രഖ്യാപനം ഉണ്ടാവുക. ഇപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിക്കുന്നവർക്ക് 100 രൂപ കൂടി വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ വരുന്നത്. ഫെബ്രുവരി മാസത്തോടെയായിരിക്കും സംസ്ഥാനത്ത് ബഡ്ജറ്റ് അവതരണം ഉണ്ടാവുക. ഈ സമയത്ത് മറ്റ് നിരവധി സഹായങ്ങളോടൊപ്പം തന്നെ സർക്കാർ മുൻപ് പറഞ്ഞിരുന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം 2500 രൂപ വരെ ആക്കാനായില്ല എങ്കിലും ഇപ്പോൾ നമുക്ക് മുടക്കം കൂടാതെ എല്ലാ മാസങ്ങളിലും പെൻഷൻ ലഭിക്കുന്നുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് സർക്കാർ നൽകുമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള സൂചനകളും വരുന്നത്. 100 രൂപയുടെ വർധനമാണെങ്കിൽ പോലും അത് വലിയൊരു സഹായം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. ഒരു ഭാഗത്ത് ക്ഷേമ പെൻഷൻ്റെ പരിശോധന ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനർഹരായിട്ടുള്ളവരെ കൃത്യമായിട്ട് കണ്ടെത്തി സർക്കാർ പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അർഹതയുള്ളവർക്ക് ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും. പുതിയ രജിസ്ട്രേഷൻ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരവും സർക്കാർ ഒരുക്കി തരുന്നുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ കാത്തിരുന്ന പൊതുവിഭാഗത്തിലെ വിദ്യാർത്ഥികൾ കാത്തിരുന്ന വിദ്യാ സമോന്നതി എന്ന് പറയുന്ന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്കോളർഷിപ്പ് അത് ഹയർ സെക്കൻഡറി തലം മുതൽ ഡിഗ്രി PG തലം വരെയും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ധനസഹായം നീക്കിവെച്ചിട്ടുണ്ട്. ഉയർന്ന ധനസഹായമാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത്. മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് വഴി ഇപ്പോൾ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അക്ഷയ കേന്ദ്രങ്ങളിലെ കോമൺ സർവീസ് സെൻ്ററുകളിലെ ജനസേവാ കേന്ദ്രങ്ങളിലെല്ലാം അപേക്ഷ വെക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ കുറഞ്ഞ വരുമാനമുള്ള വിദ്യാർത്ഥികൾക്കുമാണ് ഇതിൽ മുൻഗണന നൽകുന്നത്. മറ്റ് സ്കോളർഷിപ്പുകൾ വാങ്ങുന്ന വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല. ഒന്നിൽ കൂടുതൽ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അപേക്ഷകൾ റിജക്റ്റ് ആവും എന്ന് മാത്രമല്ല, അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങിക്കഴിഞ്ഞാൽ അത് പലിശ ഉൾപ്പെടെ അല്ലെങ്കിൽ പിഴപ്പലിശ ഉൾപ്പെടെ ചിലപ്പോൾ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ 10ാം ക്ലാസ് അതോടൊപ്പം തന്നെ +2 ഫുൾ A+ വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്ക്, ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ജോസഫ് മുണ്ടശ്ശേരി ക്യാഷ് അവാർഡ് 10,000 രൂപയാണ് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്. അപേക്ഷകൾ ഈ മാസം 7ാം തീയതി വരെ മാത്രമാണ് സമർപ്പിക്കാൻ ഇപ്പോൾ അവസരമുള്ളത്. ഓൺലൈൻ വഴി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. ഇത് മറ്റ് സ്കോളർഷിപ്പ് വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ക്യാഷ് അവാർഡ് വാങ്ങുന്നതിൽ ഒരു തടസ്സവുമില്ല. ഇതൊരു ക്യാഷ് അവാർഡ് ആയതുകൊണ്ട് ഒറ്റത്തവണ അപേക്ഷയായതുകൊണ്ട് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യ നിരക്കിലും മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡി നിരക്കിലുമെല്ലാം ആനുകൂല്യങ്ങൾ ഇപ്പോൾ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകളിൽ EKYC പൂർത്തീകരിച്ച വ്യക്തികളുടെ എണ്ണത്തിനൊക്കെ ആനുപാതികമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഭക്ഷ്യധാന്യം വിതരണം ചെയ്തു വരുന്നത്. അപ്പോൾ ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.